വടക്കാഞ്ചേരി മുൻ എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് അനിൽ അക്കര UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് വീണ്ടും തന്റെ മുൻ തട്ടകമായ പഞ്ചായത്ത് രാഷ്ട്രീയത്തിലേക്ക് തിരികെയെത്തുന്ന അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വം അടാട്ട് പഞ്ചായത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. 2016-ൽ 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി MLA-ആയി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് അനിൽ അക്കര. ഇതിനു മുമ്പ് 2000 മുതൽ 2010 വരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഈ കാലയളവിൽ 2000 മുതൽ 2003 വരെ വൈസ് പ്രസിഡന്റായും 2003 മുതൽ 2010 വരെ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സമയത്ത് പഞ്ചായത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. 2010-ൽ പേരാമംഗലം ഡിവിഷനിൽ നിന്ന് 14,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും 2.5 വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനാവുകയും 1 മാസം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസ് 14 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണ് 15-ാം വാർഡ്. പഞ്ചായത്തിലെ ആകെ 18 വാർഡുകളിൽ കോൺഗ്രസ് 7, CPIM 6, BJP 3, CPI 1, CPIM വിമതൻ 1 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ശേഷമാണ് അനിൽ അക്കര വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുന്നത്. ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.